അയ്യപ്പൻ ഹരിഹരപുത്രൻ. ശബരിമലയിൽ ആരാധിക്കപ്പെടുന്ന അയ്യപ്പൻ ഹൈന്ദവ വിശ്വാസപ്രകാരം ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിന്റെ അവതാരമാണ്. പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെ സ്ത്രീരൂപമായ മോഹിനിയുടെയും പുത്രനായാണ് അയ്യപ്പൻ അറിയപ്പെടുന്നത്. പേരുകൾ. അയ്യപ്പന് നിരവധി പേരുകളുണ്ട്. അയ്യൻ, മണികണ്ഠൻ, ഭൂതനാഥൻ, ശബരിഗിരീശൻ, അയ്യനാർ, വില്ലാളിവീരൻ, ശനീശ്വരൻ, ചാത്തപ്പൻ. ശാസ്താവിന്റെ 8 ഭാവങ്ങൾ. ശാസ്താവിനെ 8 ഭാവങ്ങളിൽ ആരാധിക്കുന്നു. 1. ആദിശാസ്താവ്. 2. ധർമ്മശാസ്താവ് അയ്യപ്പൻ. 3. ജ്ഞാനശാസ്താവ്. 4. കല്യാണവരദശാസ്താവ്. 5. സമ്മോഹനശാസ്താവ്. 6. സന്താനപ്രാപ്തി ശാസ്താവ്. 7. വേദശാസ്താവ്. 8. വീരശാസ്താവ്. ശബരിമല ക്ഷേത്രം. ശബരിമലയിലെ ക്ഷേത്രം ആദിവാസികളായ ദ്രാവിഡ ഗോത്രങ്ങളുടെ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ബൗദ്ധക്ഷേത്രമായെന്നും പിന്നീട് ഹൈന്ദവക്ഷേത്രമായി മാറിയെന്നും അഭിപ്രായപ്പെടുന്നു. അയ്യപ്പൻ പാട്ട്. ഗൃഹത്തിന്റെയും നാടിന്റെയും സമ്പൽസമൃദ്ധിക്കും ഐശ്വര്യത്തിനും നല്ല വിളവ് ലഭിക്കാനും മഴ ലഭിക്കാനും അതിവർഷമുണ്ടാകാതിരിക്കാനും ദുരിതങ്ങൾ മാറാനും ശ്രേയസ്സിനും സൽസന്താനമുണ്ടാകാനും വേണ്ടിയാണ് അയ്യപ്പൻ പാട്ട് നടത്തിയിരുന്നത്. ശബരിമലയാത്ര. ശബരിമലയാത്ര ഒരു പുണ്യയാത്രയായി കണക്കാക്കപ്പെടുന്നു. ഭക്തർ പമ്പയിൽ കുളിച്ചശേഷം 18-ാം പടി കയറി അയ്യപ്പനെ ദർശിക്കുന്നു. 41 ദിവസത്തെ വ്രതം നോറ്റാണ് ഭക്തർ ഈ യാത്ര നടത്തുന്നത്. അയ്യപ്പന്റെ പ്രാധാന്യം. ശാസ്താവിനെ ആരാധിച്ചാൽ ശനി തുടങ്ങിയ കഠിനമായ ദുരിതങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുമെന്നും ആപത്തുകൾ ഒഴിയുമെന്നും ദുഃഖങ്ങളിൽ ആശ്വാസം ഉണ്ടാകുമെന്നും മരണാനന്തരം ഭക്തന്റെ ആത്മാവ് ഭഗവാനിൽ ലയിക്കുമെന്നും മോക്ഷപ്രാപ്തിയുണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു.